ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു റിമൂവ് യുവർ ഫേഷ്യൽ ഹെയർ. അത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഹെയർ റിമൂവൽ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ഉണ്ടായിട്ടും ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടും ഞാൻ ചെയ്യാതെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ നീട്ടി കൊണ്ടുവന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയവും സാഹചര്യവും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഫേഷ്യൽ ഹെയർ റിമൂവൽ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണാം. നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യണം. ഒരു ഫിസിക്കൽ സ്ക്രബ് എന്തെങ്കിലും വെച്ചിട്ട് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യുക. അപ്പം ചെറിയ ഇങ്ങനെ പമ്പി ആയിട്ട് നിൽക്കുന്നതൊക്കെ പോവും. ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കെമിക്കൽ എക്സ്ഫോളിയേഷൻ അല്ല, ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഫേഷ്യൽ റേസർ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൂബ്രിക്കൻ്റാണ്. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ, ഇപ്പം എനിക്ക് അങ്ങനൊരു ഓയിലി സ്കിന്നല്ല, അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ക്ലോഗ് ചെയ്യുമോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ക്ലോഗ് ചെയ്യത്തില്ല. അപ്പോൾ ക്ലോഗ് ചെയ്യാത്ത ഓയിൽ വേണം യൂസ് ചെയ്യാൻ, ഓയിലാണെങ്കിൽ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ യൂസ് ചെയ്താൽ മതി. ഇപ്പം എനിക്കിവിടെ ഉള്ളത് ഒരു സ്ക്വാലൈൻ എന്ന് പറയുന്നൊരു ഫേസ് ഓയിലാണ്. നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ അപ്ലൈ ആണ്. ഡിസിൻഫെക്റ്റൻറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഫോർ മൈ സർപ്രൈസ് ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹെയർ റിമൂവ് ആവുന്നില്ല. ഞാൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, ആവുന്നില്ല. അപ്പോൾ എന്താ നോക്കിയപ്പോൾ ബ്ലേഡ് കാണുന്നില്ല. ബ്ലേഡ് ഇളകിപ്പോയി. ഇനി ഞാൻ എൻ്റെ ലാസ്റ്റ് പീസ് ഓഫ് ഫേസ് റൈസർ ആയിരുന്നത്. ഇനി ഞാനൊരു പുതിയ ഫേഷ്യൽ റൈസർ വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ എപ്പോഴും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്കിൻ ഇച്ചിരി ഒന്ന് പുള്ള് ചെയ്ത് പിടിക്കാൻ. ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു 45 ഡിഗ്രി വെക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പുള്ള് ചെയ്തിട്ട് ചെയ്യാം. ആ ഹെയർ ഇങ്ങനെ ബോളപ്പ് ചെയ്ത് തരുന്നത് ഓയിൽ ആയതുകൊണ്ട് നല്ല എന്താ പറയുക, ഓയിൽ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യുന്നുണ്ട്. എനിക്കെപ്പോഴും ഒരു ഫേഷ്യൽ എഫക്റ്റ് തരുന്ന ഒരു കാര്യമാണ് ഫേഷ്യൽ ഹെയർ റിമൂവിങ്. നമ്മുടെ ഹെയർ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ തിക്കറായിട്ട് ഹെയർ വളരുക, ഫാസ്റ്ററായിട്ട് വളരുക എന്നൊക്കെ പറയുന്നത് ചുമ്മാ മിത്ത. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഹെയർ ഗ്രോത്ത് അതുപോലെ തന്നെ വളരും. അങ്ങനെ തിക്കർ ആൻഡ് ഫാസ്റ്ററായിട്ടൊന്നും വളരുന്നത് പറയുന്നത് ഭയങ്കര ജസ്റ്റ് മിത്ത് മാത്രമാണ്. നമ്മൾ ഈ പാർട്ട് ചെയ്തു. ഇതിലാണ് നെറ്റിയും നമ്മൾ ഇങ്ങനെ താഴേക്കാണ് ചെയ്യേണ്ടത്. വളരെ ലൈറ്റായിട്ടൊരു ഫെദർ ടച്ച്, ലൈക്ക് ഒട്ടും നമ്മൾ ഒരു പ്രഷർ കൊടുക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ഭയങ്കര ലൈറ്റ് പ്രഷർ മാത്രമേ കൊടുക്കാവൂ. ഒരുപാട് പ്രഷർ കൊടുത്താൽ സ്കിന്നിന് കട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒട്ടും പ്രഷറിൻ്റെ ആവശ്യമില്ല. നല്ലൊരു ഗ്ലൈഡിങ് ഏജൻറ്റ് എന്തെങ്കിലും നമ്മൾ ലൂബ്രിക്കൻ്റായിട്ട് ക്രീമോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് മീശ.
ഇത് എക്സ്ഫോളിയേറ്റ് ആവാനും കൂടുതൽ കുറേ ഗുണങ്ങളുണ്ട്. ഫേസ് ഒന്ന് എക്സ്ഫോളിയേറ്റ് ആവും, ആ ഒരു ഡെഡ് സെൽസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടും, പിന്നെ എന്താ പറയുക, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കിൻ കെയർ നല്ലതായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്, കൂടുതൽ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാൻ എനിക്കൊരു ഫേഷ്യൽ എഫക്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ മേക്കപ്പ് നന്നായിട്ട് ഗ്ലൈഡ് ആവും, മേക്കപ്പ് ഒരു ഫ്ലോലെസ് ഫിനിഷുള്ള മേക്കപ്പ് കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേസ് ഷേവിങ് റുട്ടീൻ. ഫേസിലെ ഏറ്റവും സെൻസിറ്റീവ് ഏരിയ ആണ് ഈ അപ്പർ ലിപ്പിൻ്റെ ഏരിയ. അപ്പർ ലിപ്പിൻ്റെ എബവ് ആയിട്ടുള്ള ഈ ഏരിയ ആണ് ഏറ്റവും നമ്മുടെ സ്കിന്നിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മീശ ഭാഗം. അപ്പോൾ നമ്മളവിടെ അത്രയും കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നല്ല ഡ്രൈ ആവുമെന്ന് തോന്നിയാൽ കുറച്ച് ഓയിലോ മോയ്സ്ചറൈസറോ പിന്നെ ഇട്ട് കൊടുക്കുക. ബി വെരി വെരി കെയർഫുൾ. ഒരു പാർട്ടിൽ ഒരു തവണ തന്നെ നമ്മൾ ഒരു തവണ ഗ്ലൈഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഹെയർ വരേണ്ടതാണ്. അത് കൂടുതൽ തവണ അവിടെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യണ്ട. എവിടെയാണോ ചെയ്യുന്നത് ആ ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അപ്പോൾ അവിടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ മീശയെ കളഞ്ഞു പോയി. ഇനി മൂക്ക്. മൂക്കിനൊന്നുമില്ല, എന്നാലും ഐബ്രോ പാർട്ടാണ്. ഐബ്രോ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മളൊന്ന് ബ്രഷ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് മേലേക്കൊന്ന് ആക്കി വെച്ചിട്ട് എക്സ്ട്രാ പോർഷൻ മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഐബ്രോ കുറേ നാളായിട്ട് ഞാനിങ്ങനെ വളർത്തുന്ന ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാസ് മാത്രം. എൻഡിലധികം വേണ്ടല്ലോ. എൻഡിൽ കുറച്ച് തിന്നും, അകത്ത് കുറച്ച് തിക്കായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കുറേ നാളായി ഐബ്രോയിൽ ടച്ച് ചെയ്തിട്ട്. നമ്മൾ ഈ ഒരു ഇങ്ങനെ എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ നമ്മൾ കുറച്ചൊന്ന് പുൾ ചെയ്ത് പിടിക്കുക. ഓരോ ലൈനായിട്ട് പതുക്കെ ചെയ്യണം. കുറേ നാളായി ത്രെഡ് ചെയ്തിട്ട്. എന്നാൽ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ കിട്ടിയ ചോക്ലേറ്റാണ്. പിന്നെ നമുക്ക് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യാം.
അപ്പോൾ അതിനുശേഷം നമ്മൾ നല്ലൊരു ബാരിയർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ, ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും എടുക്കാം, ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇല്ലാത്ത മോയ്സ്ചറൈസർ ആയിരിക്കും നല്ലത്. അങ്ങനെ വൈറ്റമിൻ സിയോ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ഉണ്ട്, അങ്ങനത്തെ ഒന്നും എടുക്കാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുക. ഒരു 2 ഡേയ്സിന് ശേഷം സ്കിൻ കെയർ ചെയ്താൽ മതി. പിന്നെ നന്നായി മോയ്സ്ചറൈസ് ചെയ്യുക, അതാണ് മെയിൻ തിങ്. നന്നായി മോയ്സ്ചറൈസ് ചെയ്യുക. പിന്നെ ഫേസ് വാഷ് ആണെങ്കിൽ ഇങ്ങനെ ജെന്റിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക ഫോർ 2 ഡേയ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് ഷേവിങ് റുട്ടീൻ. എനിക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നതൊക്കെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പം എനിക്ക് ഫേസിന് നല്ലൊരു വ്യത്യാസം വന്നതാണ് തോന്നുന്നത്. ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും 2 ദിവസം നമ്മൾ സമയം കൊടുക്കണം. കുറച്ച് നല്ല മോയ്സ്ചറൈസ് ചെയ്യാം, അതൊന്ന് അബ്സോർബ് ആയ പോലെ തോന്നുന്നു എനിക്ക്. ആഫ്റ്റർ ഫേസ് ഷേവ് റുട്ടീൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ.